So here we are entering into the construction of bituminous pavements. Second module third section ആണ് ഇതിൽ ബിറ്റുമിനസ് പേയ്മെന്റ്സ് എങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ബിറ്റുമിനസ് പേയ്മെന്റ് ആ ഒരു ടോപ്പിക് മാത്രം കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ സെക്ഷന്റെ ഡീറ്റെയിൽസ് ഇല്ല. ജസ്റ്റ് ആ ഒരു ബിറ്റുമിൻ വരുന്ന പോർഷൻ മാത്രം ബൈൻഡർ കോഴ്സ് ബേസ് കോഴ്സ് ആ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ബിറ്റുമിനസ് പേയ്മെന്റ് ലെയർ എന്ന് പറയുന്നത് ഇത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ലെയറിലെ സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സ് ആർ ബീങ് യൂസ്ഡ്. ഈ ടോപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് ബിറ്റുമിൻസിന്റെ. ആൻഡ് തിൻ ബിറ്റുമിൻ സർഫേസ് ആർ പ്രൊവൈഡഡ് ഫോർ ലോ ട്രാഫിക് ആൻഡ് തിക്കർ സർഫേസ് ആർ പ്രൊവൈഡ് ഹെവിയർ ട്രാഫിക്. ഉറപ്പായിരിക്കുമല്ലോ. ഇനി ഒരു ഏത് ലെയർ നമ്മൾ ബിറ്റുമിൻസ് ലെയർ അപ്ലൈ ചെയ്യുമ്പോഴും ആ ലെയറിന്റെ ഇടയിൽ ഒരു ബൈൻഡിങ്, ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ബിറ്റുമിനസ് ലെയർ അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ രണ്ട് ലെയർ തമ്മിൽ കോട്ടിംഗ് ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രൈം കോട്ടും ടാക്ക് കോട്ടും തമ്മിൽ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രണ്ട് ബിറ്റുമിനസ് ലെയറിന്റെ ഇടയിൽ എപ്പോഴും ഒരു പ്രൈം കോട്ടും ഒരു ടാക്ക് കോട്ടും നിർബന്ധമായിട്ടും ഉണ്ടാവണം. If the bituminous layer is to be laid over an existing bituminous surface, ടാക്ക് കോട്ട് മാത്രം മതി. അതേ സമയത്ത് ഒരു പുതിയതായിട്ട് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ആദ്യം ഒരു പ്രൈം കോട്ട് അടിക്കുന്നു, അതിന് മുകളിൽ ടാക്ക് കോട്ട് അടിക്കുന്നു, പിന്നെയാണ് ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്യാം. അതേ സമയത്ത് എക്സിസ്റ്റിംഗ് റോഡ് ആണെങ്കിൽ അവിടെ ടാക്ക് കോട്ട് മാത്രം മതി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൈം കോട്ട് എന്താണ് ടാക്ക് കോട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യാം. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ബിറ്റുമിനസ് ഫ്ലെക്സിബിൾ പേയ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ ബിറ്റുമിനസ് പേയ്മെന്റ് ലെയർ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. ഹെവി ലോഡഡ് ഏരിയ ആണെങ്കിൽ കട്ടിയുള്ള ഒരു ബിറ്റുമിനസ് പേയ്മെന്റ് ലെയർ നമുക്ക് ഉപയോഗിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ബിറ്റുമിനസ് ലെയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓവർ ദ ഗ്രാനുലർ സർഫേസ് ഒരു പുതിയൊരു റോഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? സർഫേസ് ഈസ് thoroughly cleaned free of dust. Prime coat is applied by spraying the liquid bituminous binder of low viscosity. ലോ വിസ്കോസിറ്റി ആയിരിക്കും പ്രൈം കോട്ട് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുള്ളൂ. ആഫ്റ്റർ ക്യൂറിംഗ് ദ പ്രൈം കോട്ട് അതിന് മുകളിൽ ടാക്ക് കോട്ട് ഇസ് അപ്ലൈഡ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഈ ടാക്ക് കോട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രൈം കോട്ട് ടാക്ക് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ലോ വിസ്കോസിറ്റി ആയിട്ടുള്ള സാധനം അവിടെ അപ്ലൈ ചെയ്യുന്നു. Then desired type of bituminous pavement layer is constructed soon after the application of the tack coat. ഇതാണ് ഒരു പുതിയ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി എക്സിസ്റ്റിംഗ് ബിറ്റുമിനസ് ലെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ അതിലെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടോ നോക്കുന്നു. പോർട്ട് ഹോൾസ് ഉണ്ടോ, ക്രാക്ക് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ എവിടെയും കുഴികളുണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ. ഡിപ്രഷൻ കുഴി ആവണമെന്നില്ല, ഡിപ്രഷൻ ആവാം. റട്ട്സ് ഉണ്ടോ. റട്ട്സ് എന്ന് പറയുന്നത് സ്ഥിരം വണ്ടി പോകുന്ന ട്രാക്കിൽ ഒരു ഡിപ്രഷൻ പോലെ ഉണ്ടാവും, അതാണ് റട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇൻആഡിക്വേറ്റ് ക്രോസ് സ്ലോപ്പ് ഉണ്ടോ, ക്യാമ്പറിംഗ് കുറവാണോ ഒക്കെ നോക്കുന്നു. എന്നിട്ട് പോർട്ട് ഹോൾ എല്ലാം പാച്ച് ചെയ്യുന്നു. ക്രാക്ക് ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രാക്ക് ആണ്, അലിഗേറ്റർ ടൈപ്പ് ക്രാക്ക് എന്നൊക്കെ പറയുന്നത്, അവിടെയൊക്കെ റിമൂവ് ചെയ്തിട്ട് പാച്ച് ചെയ്യുന്നു. പിന്നെ ക്രാക്ക് സീലിംഗ് ചെയ്യേണ്ട സ്ഥലത്ത് അത് സീൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാ സർഫസിലെ ഡിഫക്റ്റും ചെയ്ത് പ്രൊഫൈൽ എല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം അതിന് മുകളിലാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് മെക്കാനിക്കൽ ബ്രൂം അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നമ്മളിത് സൈറ്റിലൊക്കെ കാണുന്നതായിരിക്കും. എക്സിസ്റ്റിംഗ് റോഡിലെ കംപ്ലീറ്റ് ഇളകിയ കല്ലൊക്കെ എടുത്ത് മാറ്റി അടിച്ചു വാരി വൃത്തിയാക്കി ഇപ്പം മെഷീൻ ഉപയോഗിച്ചിട്ട് കാറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് കാണാനായിട്ടൊക്കെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രൂമിനേക്കാൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് അധികം ഫോഴ്സ് എയർ കൊടുത്തിട്ടാണ് അതിനെ ഒഴിവാക്കുന്നത്. അങ്ങനെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് അവിടെ പോർട്ട് ഹോൾസ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ക്രാക്ക് ഉണ്ടെങ്കിലൊക്കെ ക്രാക്കൊക്കെ സീൽ ചെയ്ത് എന്നിട്ടാണ് കംപ്ലീറ്റ് ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ലെയറിനെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രൈം കോട്ട്? പ്രൈം കോട്ട് ഇസ് സ്പ്രേയിങ് ഓഫ് എ ലിക്വിഡ് ബിറ്റുമിനസ് ബൈൻഡർ ഓഫ് ലോ വിസ്കോസിറ്റി ഓവർ ഗ്രാനുലർ സബ് ബേസ്. അതിനാണ് പ്രൈം കോട്ട് എന്ന് പറയുന്നത്. It is important part of the preparation before laying a bituminous pavement layer over granular subbase ന്റെ മുകളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? It penetrates deep into the surface and seal the voids on the surface.
അപ്പം ഈ ഗ്രാനുലർ സബ് ബേസിൽ ഓൾറെഡി കല്ല് മാത്രം പാക്ക് ചെയ്തൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ഹോൾസ് ഉണ്ടാവും, പിന്നെ ചെറിയ ചെറിയ വോയിഡ്സ് ഉണ്ടാവും. അതിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതിനൊക്കെ പാക്ക് ചെയ്യാം. കോട്ട് ആൻഡ് ബോണ്ട് ദ ലൂസ് പാർട്ടിക്കിൾസ് ഓൺ ദ സർഫേസ്. അപ്പോൾ ഇതുപോലെ ലൂസായി കിടക്കുന്ന അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അഗ്രിഗേറ്റിനുള്ളിലേക്ക് ഈ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതിനൊക്കെ ബോണ്ട് ചെയ്തിട്ട് സ്ട്രോങ് ആയി നിർത്താം. മേക്കിംഗ് ദ സർഫേസ് വാട്ടർ റെസിസ്റ്റന്റ്. ക്ലിയർ. Then permit the tack coat to be applied over the primed surface to provide proper adhesion between base and between pavement layer. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലെവലായിട്ടുള്ള ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യാം. അതും കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അതാണ് പ്രൈം കോട്ട്. ഇനി എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കുക. ദ സർഫസ് ഓഫ് ദ ബേസ് കോഴ്സ് ഇസ് സ്വെപ്റ്റ് ക്ലീൻ ആൻഡ് മെയ്ഡ് ഡസ്റ്റ് ഫ്രീ. നേരത്തെ പറഞ്ഞ പോലെ പൊടികളൊക്കെ ഒഴിവാക്കുന്നു. Then the surface of the granular base shall be slightly damp. Primer ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. Emulsion contains fine bitumen particles suspended in water. There is no need to add water to the emulsion before it is sprayed on the surface. The drums are to be roller few times so that the emulsion is homogeneous when applied on the surface. നമുക്ക് പ്രോസസ് മാത്രമാണ് പറയുന്നത്. ഇനി അതേ സമയത്ത് കട്ട് ബാക്ക് ബിറ്റുമൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കട്ട് ബാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. The base course shall be fully dry and the primer is sprayed uniformly at the specified rate using a pressure sprayer. കട്ട് ബാക്കിൽ എന്താ ചെയ്യുന്നത്? കട്ട് ബാക്ക് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത് അല്ലേ, അത് ആവിയായിട്ട് പോകണം. ദ പ്രൈംഡ് സർഫസ് ഇസ് അലൗഡ് ടു ക്യൂർ ഫോർ എ മിനിമം ഓഫ് 24 hours. അതിനുശേഷമാണ് ട്രാഫിക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. After curing, the tack coat is applied and this is followed by laying the required bituminous pavement layer. Okay. Then what is a tack coat? Tack coat is again a small quantity of liquid bituminous binder of low viscosity. It is applied over either a prime granular surface or existing bituminous surface. അപ്പോൾ ഇതാണ് പ്രൈം കോട്ട് ടാക്ക് കോട്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. എന്താണ്? പ്രൈം കോട്ട് എന്ന് പറയുന്നത് പുതിയ റോഡിലാണ് അപ്ലൈ ചെയ്യുക. അതേ സമയത്ത് ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നത് ഓൾറെഡി അപ്ലൈ ചെയ്ത പ്രൈം കോട്ടിന് മുകളിലോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റോഡിന് മുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് എന്തിനാണ്? ഒരു ഐഡിക്കേറ്റ് ഇന്റർഫേസ്, നമ്മൾ പശ തയ്ക്കുന്നില്ല അതുപോലെ ഇപ്പോൾ ഉള്ള സർഫസിന് പുതിയ സർഫസിന്റെ ഇടയിൽ ഒരു ഒട്ടിക്കുന്ന ഒരു സാധനമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്, ബൈൻഡർ ആയിട്ട്. ദിസ് ബൈൻഡർ ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു പെനിട്രേറ്റ് ഇൻ ടു ദ പേയ്മെന്റ് സർഫസ്. ഇത് ഉള്ളോട്ട് ഇറങ്ങിപ്പോയിട്ട് വോയിസ് ഫില്ല് ചെയ്യാനൊന്നുമില്ല. അതിന് വേണമാണ് ആദ്യം പ്രൈം കോട്ട് അപ്ലൈ ചെയ്യുന്നത്. പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഫില്ലിങ്, നമ്മൾ ചുമരിലൊക്കെ ആദ്യം പുട്ടി അടിക്കുന്ന പോലെ, അതാണ് പ്രൈം കോട്ട്. ദെൻ അതിന്റെ മുകളിലാണ് പെയിന്റ് അടിക്കുക. അതേപോലെ പ്രൈം കോട്ട് അടിച്ച് അത് പുട്ടി പോലെ ഉള്ളിലൊക്കെ ഫില്ലൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അഗെയിൻ അതിന്റെ പ്രോസസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ഡിഫറെന്റ് ലെയേഴ്സിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ ബിറ്റുമിനസ് ലെയറിൽ സാധാരണ 3 ലെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ബേസ് കോഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ബേസ് കോഴ്സ് കാണാം. ഇതാണ് ബേസ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു ബേസ് കോഴ്സ് ഉണ്ടാവും. ഇവിടെ 2 തരത്തിൽ ബേസ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. റോഡ് ബേസ് കോഴ്സും പിന്നെ ഓസ്ഫോൾട്ട് ബേസ് കോഴ്സും. അതായത് വെറും കല്ല് മാത്രമുള്ള ഒരു ബേസ് കോഴ്സ്, അതിന്റെ മുകളിലൊരു ബിറ്റുമിനസ് ബേസ് കോഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. അത് 2 തരത്തിലും ഉണ്ടാവാം. അപ്പോൾ ഇൻ ജനറൽ ദർ വിൽ ബി എ ബേസ് കോഴ്സ്, പിന്നെ അതിന്റെ മുകളിൽ ഒരു ലെവലിംഗ് കോഴ്സ് ഉണ്ടാവും. ദെൻ കംസ് ദ ബൈൻഡർ കോഴ്സ്. ഇതാണ് നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ബൈൻഡർ കോഴ്സ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ദ ബൈൻഡർ കോഴ്സ്. ദെൻ ഓവർ ദാറ്റ് സർഫസ് കോഴ്സ്. ഏറ്റവും ടോപ്പിൽ സർഫസ് കോഴ്സ് ഉണ്ടാവും. ഈ സർഫസ് കോഴ്സ് ഉണ്ടാവും. അതിന് മുകളിൽ സീൽ കോട്ട് ഉണ്ടാവും, ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓരോന്നിൽ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് നോക്കാം. ബേസ് കോഴ്സിൽ ബിറ്റുമിനസ് മെക്കാഡം, പെനിട്രേഷൻ മെക്കാഡം, ബിൽട്ടപ്പ്, സ്പ്രേ ഗ്രൗട്ട്, ഇങ്ങനെ 3 ടൈപ്പാണ്. ബൈൻഡർ കോഴ്സിൽ ബിറ്റുമിനസ് മെക്കാഡം, ഡെൻസ് ബിറ്റുമിനസ് മെക്കാഡം ആണ് ഉള്ളത്. അഗെയിൻ സർഫസ് കോഴ്സ് തന്നെ 2 തരത്തിലുണ്ട്, തിന്നായിട്ടുള്ള തിക്കായിട്ടുള്ളത്. തിക്കായിട്ട് കൊടുക്കുന്നതാണ് ബിറ്റുമിനസ് കോൺക്രീറ്റ്, തിന്നായിട്ട് കൊടുക്കുന്നത് ബിറ്റുമിനസ് സർഫസ് ഡ്രസ്സിംഗ്, ഓപ്പൺ ഗ്രേഡഡ് പ്രെമിക്സ് കാർപ്പറ്റ് വിത്ത് സീൽ കോട്ട്, ക്ലോസ് ഗ്രേഡ് പ്രെമിക്സ് സർഫസിംഗ് ഓർ മിക്സ്ഡ് സീൽ സർഫസിംഗ്. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ശരിക്കും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കേണ്ടതാണ്. ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് റൈറ്റ് എ നോട്ട് ഓൺ ബിറ്റുമിനസ് മെക്കാഡം എന്നായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ഡെൻസ് ബിറ്റുമിനസ് മെക്കാഡം എന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അറിയാൻ വേണ്ടി നമുക്ക് ഓരോ ലെയറിലും എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്ര ലെയേഴ്സ് ഉണ്ട്, ഓരോ ലെയേഴ്സിൽ എന്തൊക്കെ ടൈപ്പാണ് എന്നുള്ളത് ശരിക്ക് തറവായിരിക്കണം. ഓക്കെ, ആദ്യത്തെ ബേസ് കോഴ്സിന്റെ നോക്കാം നമുക്ക്. ബിറ്റുമിനസ് മെക്കാഡം. ഇത് ഈ ഒന്നാമത്തെ മെത്തേഡും 2, 3 തമ്മിലുള്ള ഒറ്റ വ്യത്യാസം, ബിറ്റുമിനസ് മെക്കാഡത്തിന് ഒരു മിക്സിംഗ് പ്ലാന്റ് വേണം, ഹോട്ട് മിക്സ് പ്ലാന്റ്. അതിൽ ബിറ്റുമിനും അഗ്രിഗേറ്റും കൂടി മിക്സ് ചെയ്ത് ആ ഒരു മിക്സിംഗ് സാധാരണ സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പേ ചെയ്യാം.
മിക്സ് ചെയ്ത സാധനം. അപ്പൊ നമുക്ക് അടുത്ത് തന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പ്ലാന്റ് ഈ സാധനങ്ങളൊക്കെ സൈറ്റിൽ എത്തിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് ഈ ബിറ്റുമിൻസ് മെക്കാഡം ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ഹെവിലി അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് കൺസ്ട്രക്ഷൻ ആണത്. ഒരു പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചിട്ട് വേണം കൺസ്ട്രക്ഷൻ നടത്താൻ. അതേസമയത്ത് വളരെ റിമോട്ട് ആയുള്ള ഏരിയകളിൽ പ്ലാന്റ് ഒന്നും സ്ഥാപിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു 4-5 കിലോമീറ്റർ റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യാൻ. അതിനൊരു പ്ലാന്റ് ഒക്കെ ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ അല്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ പെനിട്രേഷൻ മെക്കാഡം അല്ലെങ്കിൽ ബിൽട്ടപ്പ് സ്പ്രേ ഗ്രൗട്ട് എന്നുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. രണ്ടിനും ബേസ് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരുമിച്ചല്ല മിക്സ് ചെയ്യുന്നത്. അഗ്രിഗേറ്റും ബിറ്റുമിനും മിക്സ് ചെയ്യുന്നില്ല ഒരു പ്ലാന്റിൽ. അതിന് പകരം അഗ്രിഗേറ്റ് ആദ്യം ഇടുന്നു, അതിനെ റോൾ ചെയ്യുന്നു, അതിന്റെ മുകളിൽ ഇതുപോലെ ബിറ്റുമിൻ ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് വീണ്ടും റോൾ ചെയ്യുന്നു. ഇത് രണ്ടാണ്. ഇത് രണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ബിൽട്ടപ്പ് സ്പ്രേ ഗ്രൗട്ടും പെനിട്രേഷൻ മെക്കാഡും ഉള്ളത്. രണ്ടിന്റെ കോൺസെപ്റ്റ് ഒന്നാണ്. അഗ്രിഗേറ്റ് ആദ്യം വെക്കുന്നു, പിന്നെ അതിന്റെ മുകളിൽ ബിറ്റുമിൻ അപ്ലൈ ചെയ്യുന്നു. അതേസമയത്ത് ബിറ്റുമിൻസ് മെക്കാഡ് എന്ന് പറയുന്നത് പ്ലാന്റിൽ മിക്സ് ചെയ്തിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇനി ഓരോന്നും നോക്കാം നമുക്ക്. അതിന്റെ മുന്നേ ബിറ്റുമിൻസ് മെക്കാഡം കൺസിസ്റ്റ് ഓഫ് എ ക്രഷ്ഡ് അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമിൻസ് ബൈൻഡർ heated and mixed in a hot mix plant at a specified temperature, transported to the site, laid with mechanical paver and compacted by roller. അതാണ് ബിറ്റുമിൻസ് മെക്കാഡത്തിന്റെ പ്രധാനമായിട്ട് പറയുന്നത്. ക്രഷ്ഡ് അഗ്രിഗേറ്റ്, ബിറ്റുമിൻസ് ബൈൻഡർ, ഹീറ്റഡ് ആൻഡ് മിക്സ്ഡ് ഇൻ ഹോട്ട് പ്ലാന്റ്. നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ട് പ്ലാന്റിലാണ് മിക്സ് ചെയ്യുന്നത്. ഇത് two different gradations are used as suggested by IRC to provide an open graded mixture. രണ്ട് തരത്തിലുള്ള മിക്സിംഗ് ആണ് IRC പറയുന്നത്. IRC കോഡിൽ രണ്ട് ടൈപ്പ് ഓഫ് മിക്സിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ടൈപ്പിലും എത്ര തരത്തിലുള്ള ഏത് സൈസുള്ള അഗ്രിഗേറ്റ് ചിപ്സ് വേണം എന്നാണ് അതിൽ പറയുന്നത്. രണ്ട് സ്പെസിഫിക്കേഷൻ അത്രേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഗ്രേഡഡ് മിക്സർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് രീതിയിലേക്ക് മാറുക. ഓപ്പൺ ഗ്രേഡഡ് മിക്സർ. ഓപ്പൺ ഗ്രേഡഡ് മിക്സറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഉണ്ടാവും. ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് കൊടുക്കുന്നതിന് വെച്ചാൽ വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ്, ഇൻ കേസ് അവിടെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ. സോ ദ ബിറ്റുമിനസ് മെക്കാഡം ലെയർ ഷുഡ് ബി കവേർഡ് ബൈ എ സൂട്ടബിൾ സർഫേസിംഗ് കോഴ്സ് ബിഫോർ എക്സ്പോസിംഗ് ടു ദ വെദർ ഓർ ട്രാഫിക്. നിർബന്ധമായിട്ട് അതിന്റെ മുകളിൽ ഒരു സർഫേസ് കോഴ്സ് കൊടുത്തിരിക്കണം. അപ്പൊ ഇതൊരു ബേസ് കോഴ്സ് മാത്രമാണ്. സോ ബിറ്റുമിനസ് മെക്കാഡം എന്നത് ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് the base on which the bituminous macadam is to be laid shall be prepared, profile corrected, shaped and compacted to the required profile. ഉറപ്പായിരിക്കുമല്ലോ. അപ്പം ഈ ബേസ് കൊടുക്കുന്നതിന് മുന്നുള്ള ഗ്രാനുലർ സബ് ബേസ് ഒന്ന് ലെവൽ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, ഷേപ്പ് ഒക്കെ റെഡി ആക്കണം. പിന്നെ എന്ത് ചെയ്യണു? ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ചെയ്യാണ് അതിന്റെ മുകളിൽ അല്ലെ, ഒരു ഗ്രാനുലർ സബ് ബേസിന്റെ മുകളിൽ ആദ്യം ചെയ്യാൻ പോവാണ്. ദ പ്രൈം കോട്ട് ആൻഡ് ടാക്ക് കോട്ട്സ് ആർ അപ്ലൈഡ് ആസ് സ്പെസിഫൈഡ്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈം കോട്ടും ടാക്ക് കോട്ടും അപ്ലൈ ചെയ്യുന്നു. Then bituminous macadam mix is prepared in a hot mix plant at a specified temperature depending on the grade of the bitumen used. ബിറ്റുമിന് പല ഗ്രേഡുകളുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. 45, 55, 85 എന്നൊക്കെ പറഞ്ഞ ബിറ്റുമിന് ഗ്രേഡ് ഉണ്ട്. അതെന്തിന്റെ ബേസിലാണ്? പെനിട്രേഷന്റെ ബേസിലാണ് അല്ലെ. നമ്മൾ ബിറ്റുമിനസിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബിറ്റുമിന്റെ 2-3 ടൈപ്പ്. അപ്പൊ പെനിട്രേഷന്റെ ഒരു വാല്യൂവിന്റെ ബേസിലാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മിക്സിംഗ് പ്രോസസ് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ദെൻ ഹോട്ട് മിക്സ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ഇൻ ഇൻസുലേറ്റഡ് കവേർഡ് ട്രാക്ക്. ശരിക്കും പാക്ക് ചെയ്ത് കൊണ്ടുവരണം, അടച്ചിട്ട് കൊണ്ടുവരണം. നമ്മൾ കാണാൻ ഇടയ്ക്ക് വണ്ടികൾ പോകുന്നത് ടാർപോളിട്ട് മൂടിയിട്ടിട്ട്. നല്ല ചൂടുണ്ടാവും അല്ലേ അത് വണ്ടി പോയി കഴിഞ്ഞാൽ അതിലെ. കാരണം അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ഓപ്പൺ എയറിലേക്ക് കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബിറ്റുമൻ തണുത്തു പോയാൽ പിന്നെ ശരിക്ക് മിക്സ് ചെയ്യാൻ റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇൻസുലേറ്റഡ് കവേർഡ് ട്രക്ക് എന്ന് പറയുന്നത്. ഇൻസുലേഷൻ തന്നെ വേണം, ഹീറ്റ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇൻസുലേറ്റഡ് കവേർഡ് ട്രക്ക് എന്ന് പറയുന്നത് ശരിക്കും. ദെൻ ദ ബിറ്റുമിനസ് മെക്കാഡം മിക്സ് is spread using a mechanical paver. Bituminous material shall be laid and compacted in layers which enable the specified thickness, surface level, regularity requirements and compaction to be achieved. ഒറ്റയടിക്ക് 50 സെന്റിമീറ്റർ 70 സെന്റിമീറ്റർ ചെയ്യാൻ പാടില്ല, ഡിഫറെന്റ് ലെയറിലായിട്ട് ചെയ്യണം. Okay. The initial or the breakdown rolling shall be done with 8 to 10 static weight smooth wheel. അപ്പൊ കല്ലാദ്യം സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒരു 8 മുതൽ 10 ടൺ ഉള്ള സ്റ്റാറ്റിക് വെയിറ്റ് സ്മൂത്ത് വീൽ റോളർ വെച്ചിട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഒരു
8 ടണ്ണുള്ള സ്റ്റാറ്റിക് വെയിറ്റ് വെച്ച് വീണ്ടും ഇന്റർമീഡിയറ്റ് റോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വൈബ്രേറ്റർ റോളർ അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടയർ റോളർ ഒരു 10-12-15 ടണ്ണുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും റോൾ ചെയ്യുന്നു. പിന്നെ ഫിനിഷിംഗ് റോള് അഗൈൻ 6 ടൺ സ്മൂത്ത് വീൽ ടാൻഡം റോളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. Then rolling shall continue until the specified compaction is achieved. The bituminous macadam shall be covered with either the next payment course or wearing course, as the case may be, within a maximum of 48 hours. പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിൽ അടുത്ത ലെയർ ഇട്ടോളണം, അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കണം. വെതറിങ് വന്നു കഴിഞ്ഞാൽ, മഴ വന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും. അതുകൊണ്ട് സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ബിറ്റുമിനസ് പെനിട്രേഷൻ മെക്കാഡം ബേസ് കോഴ്സ്. നേരത്തെ വെറും ബിറ്റുമിനസ് മെക്കാഡം ആയിരുന്നു, ഇനി ബിറ്റുമിൻ പെനിട്രേഷൻ മെക്കാഡമാണ്. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സൂചന കൊടുത്തിരുന്നു. ദിസ് ബേസ് കോഴ്സ് മേ ബി യൂസ്ഡ് ആസ് എ ബേസ് കോഴ്സ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഇൻ സർട്ടൻ ഷോർട്ട് റോഡ് ഓർ ഇൻ ചെറിയ റോഡുകളൊക്കെ, ഓർ സ്മോൾ റോഡ് പ്രോജക്ട് വേർ ദ ഹോട്ട് മിക്സ് പ്ലാന്റ് ഈസ് നോട്ട് അവൈലബിൾ. അങ്ങനത്തെ കേസുകളാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഇവിടെ കോമ്പാക്ട് ചെയ്ത് അഗ്രിഗേറ്റ് ആദ്യം ഉണ്ടാവും, ഫുൾ കോമ്പാക്ട് ചെയ്ത് അതിന് മുകളിൽ ബൈൻഡർ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് റോൾ ചെയ്ത സമയത്ത് ബൈൻഡർ താഴോട്ട് ഇറങ്ങി ചെന്ന് എല്ലാ ഹോൾസും പാക്ക് ചെയ്യുന്നു. ബൈൻഡർ ഇതിന്റെ ഇടയിൽ ബൈൻഡിങ് ആയിട്ട് മാറുന്നു. പിന്നെ അതിന്റെ മുകളിൽ ഒരു ലെവലിംഗ് കോഴ്സും കൂടി കൊടുത്താൽ റോഡായി. The coarse aggregate of the specified size are first spread and compacted well in dry state. ഒരു 5 സെന്റിമീറ്റർ or 7.5 സെന്റിമീറ്റർ ഉയരത്തിലേക്ക് ആദ്യം ഡ്രൈ സ്റ്റേറ്റിൽ തന്നെ കോമ്പാക്ട് ചെയ്യുന്നു. ആഫ്റ്റർ കോമ്പാക്ഷൻ the hot bitumen binder or specified grade is spread in large quantity. പിന്നെ അതിന്റെ മുകളിൽ ഹോട്ട് ബിറ്റുമൻ സ്പ്രേ ചെയ്യുന്നു. Bitumen penetrates into the voids from the surface of the and fills up the voids and binding the stone aggregate together. ഇറങ്ങി ചെന്നിട്ട് ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്നു, ഈ അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതിന് ഈ ടൈപ്പ് ഓഫ് പെനിട്രേഷൻ മെക്കാഡത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കണ്ട് ആ ടൈപ്പ് വെറും ബിറ്റുമിനസ് മെക്കാഡത്തിന്റെ അത്രയും ഒരു ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും, ഇവിടെ അഗ്രിഗേറ്റ് ഫുൾ ആയിട്ട് കോട്ട് ചെയ്യപ്പെടുന്നില്ല അല്ലെ. മറ്റേത് പ്രെമിക്സ് പ്ലാന്റ്, അത് ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് പ്ലാന്റിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാണ് ബിറ്റുമിനസ് മെക്കാഡത്തിൽ. ഇവിടെ അങ്ങനെയല്ല, സൈറ്റിൽ വെറുതെ വെച്ചിട്ട് അതിന്റെ മുകളിൽ റോൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഫുൾ പാക്കിംഗ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഫുൾ കോട്ടിംഗ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ലെയറിനൊക്കെ ഇപ്പോൾ ഉള്ള ബിറ്റുമിനസ് കോട്ടിങ്ങിനെ സ്ട്രിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. അതാണ് ഈ ഒരു കോഴ്സിന്റെ ബിറ്റുമിനസ് പെനിട്രേഷൻ മെക്കാഡത്തിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടോ, വേറെ അവിടെ ഒരു മിക്സിംഗ് പ്ലാന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഇതാണ് ആ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. കണ്ടോ, ആദ്യം റോൾ ചെയ്ത് പാക്ക് ചെയ്ത് പിന്നെ അതിന്റെ മുകളിൽ ഈ ബിറ്റുമിൻ സ്പ്രേ ചെയ്യുന്നു, ബിറ്റുമിൻ അതിന് മുകളിൽ കൊണ്ട് ഒഴിക്കുന്നു. ഇതിന്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, the base on which the penetration macadam is to be laid shall be prepared by patching the potholes. ഉള്ളിലുള്ള potholes ഒക്കെ പാക്ക് ചെയ്യുന്നു, filling up the depression, correcting the cross slope, cleaning with a mechanical broom and compact to the required profile. ഓക്കെ അല്ലേ? ക്ലീൻ ചെയ്യുന്നു, potholes ഒക്കെ നീറ്റ് ആക്കുന്നു, ഫില്ല് ചെയ്യുന്നു, അങ്ങനെ. ദെൻ പ്രോപ്പർ എഡ്ജ് കറക്ഷൻ ഇസ് പ്രൊവൈഡഡ് വിത്ത് പ്രോപ്പർ ഷോൾഡർ. സൈഡിൽ ഷോൾഡർ കൃത്യമായിട്ടുണ്ടായിരിക്കണം. കാരണം പാക്ക് ചെയ്ത് വേറെ അവിടെ ഒരു ബിറ്റുമിനസ് പാക്കിംഗ് ഒന്നും ഇല്ല, അടിയിലെല്ലാം ഫ്രീ ആയിരിക്കും. അപ്പൊ അവിടെ ഷോൾഡർ പെർഫെക്റ്റ് ഇല്ല എങ്കിൽ കല്ലിളകി പോകാൻ സാധ്യതയുണ്ട്. ദ പ്രൈം കോട്ട് ആൻഡ് ദ ടാക്ക് കോട്ട് ആർ അപ്ലൈഡ് ആസ് സ്പെസിഫൈഡ്. പ്രൈം കോട്ടും ടാക്ക് കോട്ടും അപ്ലൈ ചെയ്യുന്നു. ദ കോഴ്സ് അഗ്രിഗേറ്റ്സ് ആർ സ്പ്രെഡ് ആൻഡ് ഹാൻഡ് പിക്ഡ് ടു ദ റിക്വയർഡ് തിക്നെസ് ആൻഡ് ക്രോസ് സ്ലോപ്പ് ഇസ് ചെക്ക്ഡ്. കോഴ്സ് അഗ്രിഗേറ്റ് സ്പ്രെഡ് ചെയ്യുന്നു, വീണ്ടും ലെവലൊക്കെ നോക്കുന്നു, അങ്ങനെ. ദെൻ ദ ഡ്രൈ അഗ്രിഗേറ്റ് ഈസ് കോമ്പാക്റ്റഡ് ബൈ എ 10 ടൺ റോളർ. എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, about 0.3 meter ഓവർലാപ്പ്. ഓരോ അടി ഓവർലാപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് സെന്ററിലേക്ക് പുറത്തുനിന്ന് റോൾ ചെയ്ത് വരുന്നു. ബിറ്റുമിൻ ബൈൻഡർ ഈസ് അപ്ലൈഡ്. എന്തിനാ പുറത്തുനിന്ന് റോൾ ചെയ്ത് വരാനുള്ള കാരണം എന്തായിരിക്കും? ഏറ്റവും പുറത്ത് ഷോൾഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും ടോപ്പിലെ ഏറ്റവും ഔട്ടറിലെ റോളർ ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് തള്ളിപ്പോകാൻ സാധ്യതയില്ല അവിടെ. കാരണം അപ്പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷോൾഡർ ഉണ്ട്. അപ്പൊ ആ ഒരു പാക്ക് ചെയ്ത് നമുക്ക് പാക്കിംഗ് നടത്തുന്നിടത്ത് സെന്ററിലേക്ക് വരാം. അതിനാണ് ആ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ബിറ്റുമിൻ ബൈൻഡർ ഈസ് അപ്ലൈഡ് അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ യൂസിംഗ് ദ മെക്കാനിക്കൽ സ്പെയർ.
മെക്കാനിക്കൽ സ്പെയർ ഉപയോഗിച്ച് വലിയ കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ സ്പെയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാനുവലി തന്നെ. മെക്കാനിക്കൽ സ്പെയർ ഉദ്ദേശിക്കുന്ന സ്പ്രേ മെക്കാനിക്കൽ ആയിരിക്കും, മെഷീനിൽ നിന്നായിരിക്കും പ്രഷർ വരുന്നുണ്ടാവുക. പക്ഷെ ചിലപ്പോൾ അത് ആളുകളായിരിക്കും സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ മെഷീനിൽ തന്നെ സ്പ്രേ ചെയ്യാം. Soon after the binder starts penetrating into the aggregate layer, the key aggregates are spread uniformly. അപ്പോൾ അത് ഉള്ളിലേക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കല്ലുകൾ അവിടെയൊക്കെ ഗ്യാപ്പൊക്കെ എടുത്ത കല്ലൊക്കെ നിറച്ചിട്ട് വീണ്ടും ഒന്നുകൂടി റോൾ ചെയ്യുന്നു. വീണ്ടും അവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ്യൂമിനസ് ലെയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. ദ സർഫസ് ഫിനിഷ് ഈസ് ചെക്ക്ഡ് ആൻഡ് കറക്റ്റഡ്. വീണ്ടും ചെക്ക് ചെയ്യുന്നു ഓക്കെ ആണോ എന്നുള്ളത്. റിക്കോർഡ് ക്യാമ്പറിങ്ങും പ്രൊഫൈലൊക്കെ ഉണ്ടോ നോക്കുന്നു. പിന്നെ അതിന്റെ മുകളിൽ സീൽ ക്വാളിറ്റി സപ്ലൈഡ് ആൻഡ് ഓപ്പൺ ടു ട്രാഫിക് ആഫ്റ്റർ 24 hours. ഓപ്പൺ ചെയ്യുന്നു. 24 hour ശേഷം ട്രാഫിക്കിന് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഈ പ്രൊസീജിയർ. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ ദാറ്റ് ഇൻ ദിസ് ഈ ഒരു സെഷനിൽ നമ്മൾ ബേസ് കോഴ്സിന്റെ 2 ടൈപ്പ് പഠിച്ചു. ബിറ്റ്യൂമിനസ് മെക്കാഡും പിന്നെ പെനിട്രേഷൻ ബിറ്റ്യൂമിനസ് മെക്കാഡും. ഇനി ബാക്കിയുള്ള കോഴ്സ് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഓക്കെ, ബൈ.